ഹായ്, നമ്മളിപ്പോൾ C++ പ്രോഗ്രാമിന്റെ സ്ട്രക്ചറിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനുള്ളിൽ പ്രീ പ്രോസസ്സേഴ്സ് എന്താണെന്നും ഹെഡർ ഫയൽസ് എന്താണെന്നും ചർച്ച ചെയ്തു കഴിഞ്ഞു. നമുക്ക് സ്ക്രീനിൽ ഇപ്പോൾ ഒരു മോഡൽ കാണാം C++ പ്രോഗ്രാമിന്റെ. അതിലെ ഫസ്റ്റ് ലൈനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവും അതോടൊപ്പം ഹെഡർ ഫയലുമാണ്. ഇനി നമുക്ക് മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനെ കുറിച്ച് ചർച്ച ചെയ്യാം. നമുക്ക് അറിയാവുന്നതാണ് C++ പ്രോഗ്രാം എഴുതുമ്പോൾ നിർബന്ധമായിട്ടും അവിടെ ഉപയോഗിച്ചിരിക്കേണ്ട ഒരു ഫംഗ്ഷനാണ് മെയിൻ എന്ന് പറയുന്നത്. ആ മെയിൻ ഫംഗ്ഷന്റെ ആവശ്യകത, അത് എങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാമിൽ ചേർക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഇന്നൊന്ന് ചർച്ച ചെയ്യാം. സ്ക്രീനിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഇനി പറയാൻ പോകുന്നത് മെയിൻ എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കുറിച്ചാണ്. മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, എവറി C++ പ്രോഗ്രാം കൺസിസ്റ്റ് ഓഫ് എ ഫംഗ്ഷൻ നെയിംഡ് മെയിൻ. നമ്മളുടെ ഒരു പ്രോഗ്രാം C++ എഴുതുമ്പോൾ അതിനകത്ത് ഏറ്റവും കുറഞ്ഞത് ഒരു ഫംഗ്ഷനിൽ ഉണ്ടായിരിക്കും മെയിൻ എന്ന പേരായ ആ ഫംഗ്ഷനാണ് C++ പ്രോഗ്രാമുകളെ നിയന്ത്രിക്കുന്നത്. ഓക്കെ, ദ എക്സിക്യൂഷൻ സ്റ്റാർട്ട്സ് അറ്റ് മെയിൻ and ends within main function. ഒരു C++ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് മെയിൻ ഫംഗ്ഷൻ അകത്തു നിന്നാണ്, അതോടൊപ്പം അത് എൻഡ് ചെയ്യുന്നതും മെയിൻ ഫംഗ്ഷൻ അകത്താണ്. ഓക്കെ, ഇഫ് യു യൂസ് എനി അതർ ഫംഗ്ഷൻ ഇൻ ദ പ്രോഗ്രാം ഇറ്റ് ഈസ് കോൾഡ് ഫ്രം ദ മെയിൻ. നമുക്ക് സ്വന്തമായിട്ടൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. അങ്ങനെ ഒരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ഇൻവോക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനെ ട്രിഗർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിനെ വർക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടത് എവിടെയാണ്? മെയിൻ ഫംഗ്ഷൻ അകത്തു നിന്നാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ മെയിൻ ഫംഗ്ഷന്റെ പ്രാധാന്യം മനസ്സിലാവുന്നുണ്ടാകും. യൂഷ്വലി എ ഡാറ്റ ടൈപ്പ് precedes the main and in GCC it should be int. നോർമലി മെയിൻ എന്നുള്ള ഫംഗ്ഷൻ എഴുതുമ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് ഒരു ഡാറ്റ ടൈപ്പ് നമ്മൾ പറയേണ്ടതുണ്ട്. ഇവിടെ ജീനി പോലെയുള്ള എഡിറ്ററിനകത്ത് ഇന്റ് എന്ന പേരായ ഡാറ്റ ടൈപ്പാണ് യൂസ് ചെയ്യുന്നത്. ടർബോ C++ പോലെയുള്ള എഡിറ്ററിനകത്തൊക്കെ വോയിഡ് എന്നുള്ള ഡാറ്റ ടൈപ്പാണ് യൂസ് ചെയ്യുക. വോയിഡോ അല്ലെങ്കിൽ ഇൻഡോ ഏതോ ആയിക്കോട്ടെ, ഒരു ഡാറ്റ ടൈപ്പ് നിർബന്ധമായിട്ടും മെയിൻ എന്നുള്ള ഫംഗ്ഷന് മുമ്പ് പറഞ്ഞിരിക്കണം. ഫംഗ്ഷൻസ് എഴുതുമ്പോൾ അങ്ങനെയാണ്. ഫംഗ്ഷൻ നെയിം എഴുതുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഡാറ്റ ടൈപ്പ് പറയണം. നമ്മൾ ഫംഗ്ഷൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. അന്നേരം നിങ്ങൾക്കത് ഒന്നുകൂടെ വ്യക്തമാകും. ഓക്കെ, the function header main is followed by its body. ഫംഗ്ഷൻ ഹെഡർ മെയിൻ എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ ഹെഡർ കഴിഞ്ഞിട്ട് ആ C++ പ്രോഗ്രാമിന്റെ ബോഡി പാർട്ട് വരികയാണ്. വിച്ച് ഈസ് സെറ്റ് ഓഫ് വൺ ഓർ മോർ സ്റ്റേറ്റ്മെന്റ്സ് വിതിൻ എ പെയർ ഓഫ് ബ്രേസസ്. ആ ബോഡി പാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒന്നിലധികമോ സ്റ്റേറ്റ്മെന്റ്സിന്റെ കളക്ഷൻ ആകാം. ആ സ്റ്റേറ്റ്മെന്റ്സുകളെല്ലാം എവിടെയാണ് എഴുതി ചേർക്കുന്നത്? ഒരു സെറ്റ് ബ്രേസസിനകത്താണ് എഴുതി ചേർക്കുക. ദിസ് സ്ട്രക്ചർ ഈസ് നോൺ ആസ് ദ ഡെഫിനിഷൻ ഓഫ് മെയിൻ ഫംഗ്ഷൻ. നമ്മൾ ബ്രേസസിനുള്ളിൽ ഒന്നിലധികമോ സ്റ്റേറ്റ്മെന്റ്സുകൾ എഴുതി ചേർക്കുന്നതിനെ പറയുന്ന പേരാണ് ഡെഫിനിഷൻ ഓഫ് മെയിൻ ഫംഗ്ഷൻ. മെയിൻ എന്നുള്ള ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ബ്രേസസ് എഴുതി അതിനുള്ളിൽ ഒന്നിലധികം സ്റ്റേറ്റ്മെന്റ്സ് എഴുതുന്നു. അതായത് ആ C++ പ്രോഗ്രാമിന്റെ ബോഡി പാർട്ടാണത്. അപ്പൊ ഈ ഒരു പാർട്ടിനെ വിളിക്കുന്നത് എന്താണ്? ഡെഫിനിഷൻ ഓഫ് ദി മെയിൻ ഫംഗ്ഷൻ. മെയിൻ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്നാണ് പറയുക. ഫംഗ്ഷൻ കഴിഞ്ഞ് ബ്രേസസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെയാണ് ആ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഈച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ഡെലിമിറ്റഡ് ബൈ സെമികോളൻ. ഫംഗ്ഷൻ നെയിം, അതായത് മെയിൻ എന്നുള്ള നെയിം കഴിഞ്ഞ് ബ്രേസസിനകത്ത് എഴുതി ചേർക്കുന്ന ഓരോ സ്റ്റേറ്റ്മെന്റും സെമികോളൻ വെച്ച് എൻഡ് ചെയ്യിച്ചിരിക്കണം. The statements may be executable and non-executable. അവിടെ കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ്സ് ആകാം, ഒരുപക്ഷെ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ്സ് ആകാം, ചിലപ്പോൾ അത് നോൺ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ്സ് ആകാം. എക്സിക്യൂട്ട് ചെയ്യാവുന്ന സ്റ്റേറ്റ്മെന്റ്സും ആകാം, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്ത സ്റ്റേറ്റ്മെന്റ്സും ആകാം. ഓക്കെ, the executable statements represent instruction to be carried out by the computer. എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കമ്പ്യൂട്ടറിനോട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ്
എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റേറ്റ്മെന്റ്സ് പഠിച്ച സമയത്ത് 5 ടൈപ്പ് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെന്ന് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്, അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ്, ഇൻപുട്ട്, ഔട്ട്പുട്ട്, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്, ഇങ്ങനെ 5 ടൈപ്പ് സ്റ്റേറ്റ്മെന്റ്സ്. അതിൽ ഒന്നാമത്തത്, അതായത് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ് ഒഴിച്ച് ബാക്കി 4 എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ്സ് ആണെന്ന് പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ 4 സ്റ്റേറ്റ്മെന്റ്സിനും കുറച്ച് കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്, കുറെ പർപ്പസ് ഉണ്ട്. അപ്പോൾ കമ്പ്യൂട്ടറിനോട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഏത് എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. The non-executable statements are intended for compiler or programmer. Non-executable statement ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പ്രോഗ്രാമർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കണം. നോൺ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് നമ്മൾ കുറച്ച് മുന്നോട്ട് മാറുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഒരു പ്രോഗ്രാം എഴുതി തയ്യാറാക്കുന്ന പ്രോഗ്രാമർക്ക് ആ പ്രോഗ്രാമിനെ സംബന്ധിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ വേണ്ടി ഡോക്യുമെന്റേഷൻ തയ്യാറാക്കുമെന്ന് അൽഗോരിതം ഫ്ലോ ചാർട്ടും പഠിച്ച സമയത്ത് ആ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നുണ്ടായി. ഫേസസ് ഓഫ് പ്രോഗ്രാമിംഗിന്റെ പാർട്ടാണ് ഡോക്യുമെന്റേഷൻ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ കമ്പൈലറിന് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനോ അല്ല എങ്കിൽ പ്രോഗ്രാമർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനോ വേണ്ടി നമ്മൾ പ്രോഗ്രാമിന്റെ പാർട്ടാക്കി വെക്കുന്ന ചില സ്റ്റേറ്റ്മെന്റ്സ് ആണ് നോൺ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ്സ്. അത് എക്സിക്യൂട്ട് ചെയ്യില്ല, അത് കമ്പൈൽ ചെയ്യുന്ന സമയത്ത് എക്സിക്യൂഷന് വിധേയമാകാത്ത ടൈപ്പ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓക്കെ, ദേ ആർ ഇൻഫോർമേറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പൊ ജസ്റ്റ് കുറച്ച് വിവരങ്ങൾ നമ്മളോട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. The last statement in the body of main is return 0. മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് ഏറ്റവും അവസാനം എഴുതേണ്ട സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? റിട്ടേൺ 0 എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. റിട്ടേൺ 0. ഇനി റിട്ടേൺ 0 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് നിർബന്ധമായിട്ട് ഉപയോഗിക്കണോ? Even though we do not use this statement, it will not make any error. നമ്മൾ ആ സ്റ്റേറ്റ്മെന്റ് എഴുതാൻ മറന്നുപോയാലും നമ്മുടെ പ്രോഗ്രാമിനകത്ത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല, എറേഴ്സ് ഒന്നും വരികയില്ല. റിട്ടേൺ 0യെ കുറിച്ച് നമ്മൾ തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും. ഓക്കെ, C++ is a free form language in the sense that it is not necessary to write each statement in the new lines. C++ പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ സ്റ്റേറ്റ്മെന്റും ഓരോരോ ലൈനിൽ എഴുതണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല എന്നുള്ളതാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് തീരുന്നത് സൂചിപ്പിക്കാൻ ഡെലിമീറ്റർ ഉണ്ട്. ആ ഡെലിമീറ്റർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റ് വേണമെങ്കിൽ ആ ലൈനിൽ എഴുതാം. എന്നാൽ നമ്മൾ പ്രോഗ്രാം വായിക്കാനും തിരുത്താനും ഒക്കെയുള്ള സൗകര്യത്തിന് വേണ്ടി നമ്മൾ എഴുതുന്ന പ്രോഗ്രാമുകളൊക്കെ വളരെ ചെറിയ പ്രോഗ്രാമൊക്കെ ആയതുകൊണ്ട് നമ്മൾ എല്ലാ സ്റ്റേറ്റ്മെന്റും സെപ്പറേറ്റ് ലൈനിൽ തന്നെ എഴുതുകയാണ് പതിവ്. നമുക്കത് വായിക്കാനും അതിൽ പിന്നീട് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്താനുള്ള സൗകര്യത്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ C++ൽ ഒന്നിലധികം സ്റ്റേറ്റ്മെന്റ്സ് ഒരു ലൈനിൽ തന്നെ എഴുതാനുള്ള ഫെസിലിറ്റി അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓൾസോ എ സിംഗിൾ സ്റ്റേറ്റ്മെന്റ് ക്യാൻ ടേക്ക് മോർ ദാൻ 1 ലൈൻ. ഒരു സ്റ്റേറ്റ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നിലധികം ലൈനിലേക്ക് നീങ്ങി നിൽക്കാനുള്ള ഫെസിലിറ്റിയും സൗകര്യവും C++ കമ്പൈലർ ഒരുക്കുന്നുണ്ട്. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു ലൈനിൽ തന്നെ അവസാനിപ്പിക്കണമെന്ന് നിർബന്ധമില്ല, അത് തുടർന്ന് വരുന്ന ലൈനിൽ എഴുതി പോകാം. ആ സ്റ്റേറ്റ്മെന്റ് അവസാനിക്കുന്നിടത്ത് ഡെലിമീറ്റർ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ, സെമിക്കോളൻ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനെ കുറിച്ചാണ്. നമ്മൾ പഠിക്കുന്നത് സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം ആണ്. മെയിൻ ഫംഗ്ഷൻ, ഹെഡർ ഫയൽസ്, പ്രീ പ്രോസസർ, ഡയറക്റ്റീവ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തു. ഇനി നമുക്കൊരു സാമ്പിൾ പ്രോഗ്രാം ചർച്ച ചെയ്യാം. അത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. എല്ലാ വീഡിയോസും ശ്രദ്ധാപൂർവ്വം കേൾക്കാൻ ശ്രമിക്കണം, മറക്കരുത്. ഓക്കെ.